എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ LD സിലബസിലെ കേരളം ഭരണം ഭരണ സംവിധാനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സംസ്ഥാന സർവീസ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ മൊഡ്യൂൾ ഇങ്ങനെ എന്ത് ചെയ്യാം, തീർത്ത് വരാം. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലേക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും അല്ലെ. പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ടൊന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഏരിയ ഫുൾ കഴിഞ്ഞതാണ് എന്നുള്ളത് ഉണ്ടാവും. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടത്തൊക്കെ ഇങ്ങനെ എടുത്ത് പഠിക്കുമ്പോൾ ഇവിടുത്തെ കഴിഞ്ഞോ അവിടുത്തെ കഴിഞ്ഞോ എന്നുള്ളത് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ട് നമുക്ക് ആദ്യം മാർക്ക് ഏരിയ കൂടുതലുള്ളത് കുറച്ച് പഠിക്കാനും അതുപോലെ മാർക്ക് എവിടെയാണോ കൂടുതൽ ആ ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുൻതൂക്കം കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നീട് നമുക്ക് എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ, അത് ഒഴിവാക്കരുത്. നിങ്ങൾ എന്ത് സബ്ജക്റ്റ് അല്ല എന്ത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ 2023 LGS നിലവാരത്തിൽ നടന്നിട്ടുള്ള 2023 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇട്ടിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് LD ലെവൽ എടുക്കണം, 10ാം ക്ലാസ് ലെവൽ എടുത്തിട്ട് +2 ലെവലിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാം. എന്നിട്ട് 2022 ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 2021 ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ കേരള ഭരണ സംവിധാനത്തിൽ സംസ്ഥാന സിവിൽ സർവീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്നത് വിവിധ കമ്മീഷനുകളാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ ഏതാണ്, വിവിധ കമ്മീഷനുകൾ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ കേരളത്തിലെ മാത്രമാണ്, ഇന്ത്യയിലല്ല. ഇത് മൊഡ്യൂൾ ഏതാ പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ ഭരണ സംവിധാനം അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിൽ കഴിയട്ടെ കേട്ടോ. നമുക്ക് സുപ്രധാന നിയമങ്ങൾ എത്തുമ്പോൾ ഈ നിയമങ്ങളിലേക്ക് ഇന്ത്യയിലത്തെ നോക്കാം. ഓക്കെ, അപ്പൊ കേരളത്തിലെ എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഏതെടുക്കാൻ പോകുന്നത് വിവിധ കമ്മീഷനുകൾ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. കമ്മീഷനുകളില് നമുക്ക് ഏതൊക്കെ കമ്മീഷൻ എന്തൊക്കെ പഠിക്കണം, ഈ വിവിധ കമ്മീഷൻ എന്നുള്ളൊരു ആ ടോപ്പിക് ഉണ്ടല്ലോ, അത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ആദ്യം ഒന്ന് അവലോകനം ചെയ്യാം. ഒന്ന്, നമ്മുടെ കേരള സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ, കേരള വനിതാ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നെ IT മിഷൻ ഉണ്ടല്ലോ, ഇൻഫർമേഷൻ കേരള മിഷൻ. ഏതാണ്, ഇൻഫർമേഷൻ കേരള മിഷൻ. പിന്നെ ലോക്കൽ ഗവൺമെന്റ് കമ്മീഷൻ. പിന്നെ ശുചിത്വ മിഷനെ കുറിച്ച് നോക്കണം. ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ഭരണ പരിഷ്കാര കമ്മീഷൻ, സംസ്ഥാന യുവജന കമ്മീഷൻ, സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ, സംസ്ഥാന ഔദ്യോഗിക കമ്മീഷൻ അതായത് നിയമനിർമ്മാണ കമ്മീഷൻ. പിന്നെ കിലയെ കുറിച്ച് പഠിക്കണം. ഭരണ സംവിധാനങ്ങളാണല്ലോ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, വിവിധ കമ്മീഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതില് കേരളത്തിലെ ഭരണ സംവിധാനം, കിലയൊക്കെ എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലേ കില, തൃശ്ശൂരുള്ളത്. പിന്നെ എന്താണ്, KLGSDP. എന്താണ് KLGSDP പറഞ്ഞത്, കേരള ലോക്കൽ ഗവൺമെന്റ് സർവീസ് ഡെലിവറി പ്രൊജക്ട്. എന്താണ്, കേരള ലോക്കൽ ഗവൺമെന്റ് സർവീസ് ഡെലിവറി പ്രൊജക്ട് ആണ് ഇത്, KLGSDP. പിന്നെ ക്രൂസ് പഠിക്കാനുണ്ട്. എന്താണ് ക്രൂസ്, കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി. പിന്നെ ഓംബുഡ്സ്മാനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അങ്ങനെ ഈ 18 ടോപ്പിക്കാണ് നമുക്ക് ഏത് പറയുന്നത്, വിവിധ കമ്മീഷനുകളിൽ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് കുറച്ച് ഇത് ഫുള്ള് നമുക്ക് പഠിക്കാൻ പറ്റില്ല, ഇത് ഫുള്ളും പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു ലെവലാകും. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് പോകുക. പഠിക്കുന്നത് വ്യക്തമാണ്, എത്രത്തോളം പഠിച്ചു എന്നല്ല, നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം വരേണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഇവിടെ ഞാൻ വീഡിയോ ക്ലാസ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ നോക്കി വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. പഠിക്കുന്നത് അവിടെ പക്കയാക്കുക. ഓക്കെ, പിന്നെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എന്ത് ചെയ്യണം, നിങ്ങൾ ഉത്തരം പറയാനായിട്ട് കഴിയണം. ഓക്കെ, അപ്പൊ പഠിച്ചു പോവുക. ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2-3 ടോപ്പിക്കേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുക്കാനുള്ളൂ. ബാക്കി എല്ലാം അവിടെ കംപ്ലീറ്റ് ആണ്. +1-ലെയും +2-ലെയും എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതിൽ ധൈര്യമായിട്ട് നമുക്ക് LD ലെവലിലൊക്കെ ആ നോട്ട് ധാരാളമാണ്. എക്സ്ട്രാ ഓർഡിനറി ആണ് ആ ക്ലാസ്സുകൾ. ഓക്കെ, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയും അതുപോലെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മൊഡ്യൂളും കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയുടെ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 മാർക്ക് അല്ലേ, അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഏതാണ് SCRT ഉണ്ടല്ലോ, SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാതും ഒരു പോയിന്റ് പോലും വിടാതെ 5ാം ക്ലാസ് തുടങ്ങിയിട്ട് 10ാം ക്ലാസ് വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ ക്ലാസ്, അതായത് ഒരു മാരത്തോൺ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാരത്തോണും കണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് അവിടെ കിട്ടും. ഇന്ത്യൻ ജോഗ്രഫിയും ഏകദേശം ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ 2023 LGS നിലവാരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വരുന്നുണ്ട്, അതും ഉപയോഗപ്പെടുത്തുക. പിന്നെ ഇപ്പൊ വിവിധ നമ്മൾ കേരള ഭരണ സംഹിത 3ാമത്തെ മൊഡ്യൂൾ എത്തിയില്ലേ, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, ഇന്ത്യൻ ജോഗ്രഫി ഏകദേശമായി. ഇപ്പൊ ഏതാണ് വിവിധ കേരളം ഭരണ സംവിധാനം 3ാമത്തെ മൊഡ്യൂൾ എത്തി. നമുക്ക് ഫെബ്രുവരി ഒക്കെ മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സിലബസ് ഒക്കെ എല്ലാം കഴിക്കണം, നമ്മൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ. മാർച്ച് ആകുമ്പോഴേക്കൊക്കെ നമ്മൾ സിലബസ് അവിടെ കംപ്ലീറ്റ് ആയിരിക്കണം. എന്നിട്ട് മാർച്ചിന് ശേഷമൊക്കെ നമ്മൾ ഫുൾ റിവിഷൻ, ഓൺലി റിവിഷൻ, ഓക്കെ, ആ രീതിയിലായിരിക്കണം പോണ്ടത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണേ. ക്ലാസ്സിനെ കുറിച്ചിട്ട് ഉള്ള അഭിപ്രായം ഒന്ന് താഴെ രേഖപ്പെടുത്തണം കേട്ടോ. ക്ലാസ് എടുക്കുന്നില്ലേ, കാരണം നമ്മൾ ഒരുപാട് ടൈമുകൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ജോലിക്ക് കയറണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല രീതിയിൽ ജോലി വേണം എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾ മുന്നിലുണ്ടെങ്കിൽ, ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു അപാകത എന്തെങ്കിലും താഴെ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കണം, എന്നാലേ എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അതിൽ ഒരു കമ്മീഷനെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആഡ് ചെയ്യണം അല്ലേ. സംസ്ഥാനത്ത് വിവരാവകാശ കമ്മീഷൻ ഇല്ലാതെ എന്ത് PSC അല്ലേ? ഏത് എക്സാമിലാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാത്തത്? നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു? 11 ക്വസ്റ്റ്യൻ പേപ്പർ 2023 LGS നിലവാരത്തിലുള്ള 11 ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും വിവരാവകാശ നിയമത്തെ കുറിച്ച് ചോദ്യം ചോദിക്കാത്തതുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അത്രത്തോളം ടോപ്പിക് അതിലേതാണ് ഇമ്പോർട്ടന്റ് കൊടുക്കണം കേട്ടോ. 11 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. 11 എക്സാം എഴുതിയതിന്റെ നമുക്ക് ഫലം കിട്ടും കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. നല്ല രീതിയിൽ റിവിഷൻ വേണം. ഓക്കെ, ഇവിടെയും യൂട്യൂബ് കണ്ട് അവിടെയും യൂട്യൂബ് കണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോരോ യൂട്യൂബ് ചാനൽ കൊണ്ട് കണ്ടുകൊണ്ട് നടന്ന കാര്യമില്ല. നിങ്ങൾ നോട്ടാക്കണം, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. റിവിഷനാണ് മസ്റ്റ്. ഓക്കെ, നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്ക് ക്ലാസ് പോവാം കേട്ടോ. നമുക്ക് ഓരോരോ പോയിന്റ് വ്യക്തമായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കണം. ഓക്കെ, ഇരുന്ന് ഉറങ്ങരുത് കേട്ടോ. കമ്മീഷനാണ്, കുറച്ച് ഉറക്കമൊക്കെ വരും. ഓക്കെ, നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോയാലോ. നിലവിൽ വന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിലവിൽ വന്നത്, നമുക്ക് വിവരാവകാശ കമ്മീഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വർഷം അറിയും. 2005 അല്ലേ. 2005 ഡിസംബർ മാസം 21 ഏത് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പക്ഷേ 2005 ഡിസംബർ മാസം 19 ഗസറ്റഡില് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ടത് എപ്പോഴാണ്? ഡിസംബർ 19. നമ്മൾ PSCയിൽ ഇതുവരെ ചോദിച്ചതിലെല്ലാം വന്നിരിക്കുന്നത് 2005 ഡിസംബർ 19. അപ്പൊ 2 ഡേറ്റ് നോട്ട് ചെയ്യുക കേട്ടോ. 19 ഇല്ലെങ്കിൽ 21, 21 ഇല്ലെങ്കിൽ 19. ഓക്കെ, കൂടുതൽ ഇമ്പോർട്ടൻസ് ഡിസംബർ 19 മനസ്സിലായി? ഇതൊരു ക്വസ്റ്റ്യൻ പഠിച്ചോ. 2005 ഡിസംബർ 21 അല്ലെങ്കിൽ 2005 ഡിസംബർ 29 ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓക്കെ, 2005 ഡിസംബർ 19. ഏത് വകുപ്പ് പ്രകാരമാണ്? 15(1). ഏതാണ്? ഏത് വകുപ്പിലാണ് നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ്. 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 15(1) പ്രകാരമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ചെയർമാനും ആരൊക്കെയാണ്? ചെയർമാനും പിന്നെയോ 10ൽ കൂടാത്ത അംഗങ്ങളും. ചെയർമാനും പിന്നെ 10ൽ കൂടാത്ത, രണ്ടവിടെയാണെങ്കിലും കേട്ടോ, കേന്ദ്രത്തിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇതേ സംഖ്യ തന്നെയാണ് കേട്ടോ. ചെയർമാനും 10ൽ കൂടാൻ പാടില്ല കേട്ടോ. 10ൽ കൂടാത്ത അംഗങ്ങളുമാണ് ഇതില് അംഗസംഖ്യ. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഓക്കെ, അംഗങ്ങളെ നിയമിക്കുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, ഇതെല്ലാം ആരാണ്? ഗവർണറാണ് കേട്ടോ. ആരാണ്? ഗവർണറാണ്. ഓക്കെ, ഗവർണർ. മനസ്സിലായല്ലോ? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും മൂന്നും ആർക്ക് തന്നെയാണ്? ഗവൺമെന്റ് തന്നെ. ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ്. ഇനി നീക്കം ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ് അല്ലേ. ആരുടെ ഉപദേശപ്രകാരമാണ്? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോട്ട് ചെയ്യണം, ഇത് നോട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള എക്സ്ട്രാ ഈ ഞാൻ നോട്ട് ചെയ്യണം എന്ന് പറയുന്ന പോയിന്റുകൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള തരികിട ചോദ്യങ്ങളായിരിക്കും PSC അതിനുള്ളിൽ കൊണ്ടിടുക. അവിടെ കൺഫ്യൂഷൻ
കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഗവർണറാണെന്ന്. നമ്മൾ നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് വിചാരിക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഗവർണർ ആകുമ്പോൾ നമുക്ക് കേരളത്തിൽ ഹൈക്കോടതിയാണല്ലോ. അല്ലാട്ടോ, ഇവിടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് നമ്മൾ വിവരാവകാശ കമ്മീഷണറെ ഗവർണർ നീക്കം ചെയ്യുന്നത്. നമുക്ക് ഹൈക്കോടതി വന്നാൽ നമ്മൾ എന്തായാലും, അത് ഞാനാണെങ്കിലും ഹൈക്കോടതി തന്നെ ചെയ്തോളൂ. കാരണം എന്താണ്, ഇവിടെ ഗവർണർ അല്ലേ നീക്കം ചെയ്യുന്നത്, അപ്പൊ ഹൈക്കോടതിക്കല്ലോ അല്ലേ. പക്ഷെ എല്ലാട്ടോ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നീക്കം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കാരണം വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല അല്ലെ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനാ സ്ഥാപനം ആകുമ്പോൾ എന്താണ് ഭരണഘടനാ സ്ഥാപനം? ആർട്ടിക്കിൾ ഉണ്ടാവും അല്ലെ, ആ ഓരോ കമ്മീഷനും ഓരോ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഗവർണർക്ക്, ഇപ്പൊ കേന്ദ്ര തലത്തിലാവുമ്പോൾ രാഷ്ട്രപതിക്കും സംസ്ഥാന തലത്തിലാവുമ്പോൾ ഗവർണർക്കും കൊടുക്കും. എങ്ങനെ? ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അപ്പൊ എന്തായിരിക്കും, അത് കേന്ദ്രത്തിലാകുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും കൊടുക്കും, സംസ്ഥാനങ്ങളാകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനും കൊടുക്കും. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പൊ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ റിപ്പോർട്ട് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമാണോ അല്ലയോ എന്ന് നോക്കുക. ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ കേന്ദ്ര തലത്തിൽ അത് പ്രസിഡന്റിനുമായിരിക്കും, സംസ്ഥാന തലത്തിൽ അത് ഗവർണറുമായിരിക്കും. ഇനി ഭരണഘടനാ സ്ഥാപനം അല്ല എങ്കിൽ അത് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനും, സംസ്ഥാനത്തിലാണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റിനും ആയിരിക്കും. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. ഇതാണ് നമുക്ക് സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലെ, ആരൊക്കെ ഉണ്ടാകും? ചെയർമാൻ ഉണ്ടാകും, 10ൽ കൂടാത്ത അംഗങ്ങളും ഉണ്ടാവും അല്ലെ. ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കണ്ടേ? ഈ ചെയർമാനെയും 10ൽ കൂടാത്ത അംഗങ്ങളെയും തെരഞ്ഞെടുക്കണ്ടേ? ആരാണ് തെരഞ്ഞെടുക്കുക? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല അല്ലെ. അപ്പൊ അത് ആര് തന്നെയായിരിക്കും? സംസ്ഥാന ഗവൺമെന്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക? ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? എന്തായാലും CM വരും അല്ലെ, നമ്മുടെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ടാവും. പിന്നെ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, നമ്മൾ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവിന്, അത് ഏത് ഭരണ പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി ആയിക്കോട്ടെ, ഓക്കെ, അതവിടെ പ്രതിപക്ഷ നേതാവിന് വിളിച്ചിട്ടില്ലെങ്കിൽ എന്താകും? അവിടെ ഭയങ്കര ഇഷ്യൂ ആകില്ലേ? ഇപ്പം ഒരു കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ CPM-ന്റെ എന്തായിരിക്കണം? അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, ആ ഭാഗത്തെ പ്രതിപക്ഷ നേതാവ് ഇതിലുണ്ടായിരിക്കണം. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവ് അതിൽ അംഗമായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് കമ്മീഷൻ എടുക്കുന്ന സമയത്താണെങ്കിലും അവിടെ പ്രതിപക്ഷ നേതാവ് എന്നൊരു ഓപ്ഷൻ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അത് നോട്ട് ചെയ്യണം. അപ്പൊ CM-ഉം പ്രതിപക്ഷ നേതാവും പിന്നെ ഈ CM നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും, കാരണം ഒരു ഭരണപക്ഷമാകുമ്പോൾ അവർക്കല്ലേ കൂടുതൽ അധികാരം എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പൊ CM, അപ്പൊ 3 പേരാണ് കേട്ടോ. 3 പേരാണ്, ആലോചിക്കണം. ആരൊക്കെയാണ്? CM നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവുമാണ് ഈ ചെയർമാനും 10ൽ കൂടാത്ത അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉണ്ടായിരിക്കുക. എങ്കിൽ ആദ്യത്തെ വിവരാവകാശ, നമ്മുടെ കേരള സംസ്ഥാനത്ത് ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. ഇതെല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ആണ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ പോലും പ്രീവിയസ് വരാത്തതില്ല. ഓക്കെ, പാലാട്ട് മോഹൻദാസ് ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ. 2022 നിയമിതനായ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അബ്ദുൽ ഹക്കീമാണ് കേട്ടോ. ഇപ്പൊ ആരാണ്? അബ്ദുൽ ഹക്കീം. ആദ്യത്തെ പാലാട്ട് മോഹൻദാസ് 2022 നിയമിതനായ വിവരാവകാശ കമ്മീഷണർ എത്രാമത്തെ വ്യക്തിയാണെന്നറിയോ? 5ാമത്തെ വ്യക്തിയാണ് കേട്ടോ അദ്ദേഹം. 5ാമത്തെ വ്യക്തിയാണ് അബ്ദുൽ ഹക്കീം. പഠിച്ചു കഴിഞ്ഞ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഒന്ന് ഓടിച്ചു നോക്കിയാലോ? 2005 ഡിസംബർ 19 കേട്ടോ. ഇതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. നിലവിൽ വന്നു. ഏതാണ് വകുപ്പ്? 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 15(1) പ്രകാരമാണ്. ചെയർമാനും 10ൽ കൂടാത്ത അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ ചെയർമാൻ ആരൊക്കെയാണ്? CM-ഉം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരിക്കും. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഒക്കെ ഗവർണറാണ്. ആർക്കാണ്? ഗവർണർക്കാണ്. ഇനി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. അത് പഠിച്ചു. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറാണ് സംസ്ഥാനത്ത് പാലാട്ട് മോഹൻദാസ്. 2022 നിയമിതനായ 5ാമത്തെ ചോദിക്കാം, 5ാമത്തെ വിവരാവകാശ കമ്മീഷണർ. നമ്മൾ അവിടെ ഇരുന്നെണ്ണു 2005 5 വർഷം കാലാവധി കൊടുത്തു. അടുത്ത ഒരാള് അല്ലേ? എത്ര ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സമയം കഴിയും? ഓക്കെ, 5ാമത്തെയാണ് കേട്ടോ അബ്ദുൽ ഹക്കീം.
ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് വിവരാവകാശ അല്ല വിവരാവകാശ കമ്മീഷൻ ഉണ്ട് അല്ലേ, അവരുടെ അധികാരങ്ങളും ചുമതലകളും പഠിക്കണം കേട്ടോ. അധികാരം, പിന്നെ എന്തൊക്കെയാണ് ഇവരുടെ ചുമതലകൾ. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇവർക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. പിന്നെ സ്വമേധയാ ഉള്ള ഒരു അധികാരവുമുണ്ട്. സിവിൽ കോടതിയുടെ അധികാരമുണ്ട്, സ്വമേധയാ ഉള്ള അധികാരം. എന്താണ് സ്വമേധയാ അധികാരം? ഇവർ വിവരാവകാശ കമ്മീഷൻ ആണ് അല്ലേ, ചെയർമാനാണ്. പിന്നെ 10 അംഗങ്ങളുണ്ട്, അവർ വിവരാവകാശ കമ്മീഷൻസ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരം ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് കേസ് അന്വേഷിക്കാനുള്ള ഉത്തരവ് എന്താണ് പുറപ്പെടുവിക്കാൻ പറ്റും. അതായത് എന്തൊക്കെ പറ്റും? സ്വമേധയാ അധികാരം എന്ന് പറയുമ്പോൾ ആരാണോ വിവരാവകാശ നിയമത്തിന് അപേക്ഷിച്ചത്, അതായത് ഇപ്പൊ ഞാൻ ഒരു വിവരാവകാശ കമ്മീഷൻ ഞാനാണ് കേട്ടോ, അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളായിട്ട് കാണണം കേട്ടോ. ഞാൻ ഒരു വിവരാവകാശ നിയമത്തിന് ഒരു വിവരാവകാശം അറിയാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തു. ഞാൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്നോട് എന്ത് ചെയ്യാം? എന്നോട് വിവരങ്ങളും രേഖകളും വസ്തുക്കളൊക്കെ രേഖാമൂലമുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണം? ഹാജരാക്കാൻ നിർബന്ധിക്കാം. ഓക്കെ, നിങ്ങൾ വിവരാവകാശ നിയമത്തിന് പരാതി തന്നിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന രേഖകളെ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നിർബന്ധിക്കാം. ഓക്കെ, നമ്മൾ ഹാജരാക്കണം, വെറുതെ ഒരു അപേക്ഷ മാത്രം കൊടുത്താൽ മതിയോ? പറ്റില്ല അല്ലെ, അത് നമുക്ക് കൊടുക്കാം. ഇനി ഞാൻ ഒരു വിവരാവകാശ നിയമത്തിന് ഒരു അപേക്ഷ കൊടുത്തു എന്ന് വെക്കാം. ഞാൻ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ ഒരു അപേക്ഷ കൊടുത്തത് ഒരു പഞ്ചായത്തിലെ അല്ലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു വിവരം അറിയാനാണ് ഞാൻ ഒരു അപേക്ഷ കൊടുത്തത് എന്ന് വെക്കാം. ആ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നേരിട്ട് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? പഞ്ചായത്തിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും അല്ലെ. ആ പഞ്ചായത്തിൽ പോയിട്ട് അന്വേഷിച്ച സമയത്ത് അവർ എന്തൊക്കെയാണോ ചെയ്തത്, അതായത് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? എൻ്റെ അപേക്ഷ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിരസിച്ചിട്ടുണ്ടാവും അല്ലെ. ഒന്നുമില്ലെങ്കിൽ അപേക്ഷ നിരസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താണ് അധിക ഫീസൊക്കെ ചുമത്തിയിട്ട് അവർ എന്ത് ചെയ്യും? അന്വേഷിക്കാം, നിങ്ങൾ എത്ര ഫീസ് അടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന്മേലൊക്കെ അന്വേഷണം നടത്താൻ ആർക്ക് അധികാരമുണ്ട്? വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഇങ്ങനെ അധികമായിട്ട് ഫീസ് ഈടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യാണ്? പിഴ ചുമത്തുകയാണ്. അവിടെയാണ് നമ്മൾ പഠിക്കാറില്ലേ, ഡെയിലി 250 രൂപ വെച്ചിട്ട് പിഴ എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ. അവിടെയാണ് എന്ത് ചെയ്യും? ഫീസ് ഈടാക്കുന്നത്. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്താണ് നിയമ നടപടികൾ എടുക്കാനും ആർക്ക് അധികാരമുണ്ട്? വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ സിവിൽ കോടതിയുടെ അധികാരമുണ്ട്, സ്വമേധയാ ഉള്ള അധികാരങ്ങളൊക്കെയാണ് ഇത്. ഇനി നമ്മൾ പറഞ്ഞു ഇവർ വാർഷിക റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞു അല്ലേ. വാർഷിക റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കുക? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് വിവരാവകാശ കമ്മീഷൻ കൊടുക്കുക. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം? അത് നിയമസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കണം കേട്ടോ. നിയമസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കണം. പിന്നെ എന്താണ്? ഇനി നമ്മളിപ്പോ ഒരു അപേക്ഷ കൊടുത്തു, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, പഞ്ചായത്തിലത്തെ വിവരങ്ങളാണ് എനിക്ക് അറിയേണ്ടത് പറഞ്ഞിട്ടാണ് ഞാൻ അപേക്ഷ കൊടുത്തതെന്ന് വെക്കാം. അപ്പൊ ഈ വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്യാം? ഈ സ്ഥാപനത്തിൽ നിന്ന് എന്ത് ചെയ്യാം? വിവരങ്ങള് ഇത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ കമ്മീഷന് മുമ്പാകെ എത്തണമെന്നുള്ള ഓർഡർ ഇടാനുള്ള അധികാരം അടക്കം ആർക്കുണ്ട്? കമ്മീഷന് ഉണ്ട്. പിന്നെ കോടതിയിൽ നിന്നും ഓഫീസിൽ നിന്നൊക്കെ പൊതുരേഖകൾ എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം. കോടതി പിന്നെ ഓഫീസ് ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം? പൊതുരേഖകള് ആവശ്യപ്പെടാം. ആർക്ക്? കമ്മീഷന് അധികാരം ഉണ്ട് കേട്ടോ. ഇനി വിവരം കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു അപേക്ഷ കൊടുത്തല്ലോ, എനിക്ക് തിരിച്ച് വിവരം ഇങ്ങോട്ട് ലഭ്യമാകുന്ന സമയത്ത് ഒരു പ്രത്യേക ഫോമിൽ തന്നെ ലഭിക്കണം കേട്ടോ. ഒരു പ്രത്യേക ഫോമിൽ തന്നെ വിവരങ്ങള്, വാക്കാൽ പോരാ, ഒരു പ്രത്യേക ഫോമിൽ തന്നെ വിവരങ്ങൾ ഇങ്ങോട്ട് തരാം. ഇതൊക്കെ എന്താണ്? ആരുടെ ചുമതലയാണ്? വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കേരളത്തെ നമ്മുടെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാം കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാ പരീക്ഷയിലും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ ടോപ്പിക്. നമുക്കേ ഈ ഇപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ കമ്മീഷൻസ് ഒക്കെ എടുത്തില്ലേ, ഈ കമ്മീഷനിൽ ഞാനത് ക്രോഡീകരിച്ചിട്ട് തരാം കേട്ടോ. ഒരു ക്ലാസ് തരാം. ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ട് ആ നോട്ട് നിങ്ങൾക്ക് തരാം. കാരണം നമ്മൾ പഠിക്കുന്നല്ലേ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ജോലി നേടാം കേട്ടോ. ഇത് ഓരോ കമ്മീഷൻ എടുക്കുന്നു, ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ അത് തരാം. ഏത് വർഷമാണ് വന്നത്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, പിന്നെ നീക്കം ചെയ്യുന്നത് ആരാണ്, നിയമിക്കുന്നത് ആരാണ്, റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കമ്മീഷനും ക്രോഡീകരിച്ച് തരാം. അപ്പൊ അതൊരു ക്ലാസ് കാണുമ്പോൾ എന്താകും? അതവിടെ എല്ലാം എളുപ്പവും അല്ലേ. നമുക്ക് ഒരൊറ്റ ക്ലാസ് തന്നെ എല്ലാം പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. എപ്പോഴാണ് നിലവിൽ വന്നത്? സംസ്ഥാന
മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. പഠിച്ചോ? 1998 ഡിസംബർ 11 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഏത് വകുപ്പ് പ്രകാരം? നമ്മുടെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിലെ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 21(1) പ്രകാരം, നമ്മൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ 15(1) എന്ന് പറഞ്ഞു അല്ലേ? 2005 വിവരാവകാശ നിയമത്തിലെ 15(1) പ്രകാരമാണ് കേരള വിവരാവകാശ കമ്മീഷൻ പഠിച്ചു. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ വകുപ്പിലെ 21(1) പ്രകാരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആദ്യത്തെ ചെയർമാൻ ആര്? ആദ്യ ചെയർമാൻ പരീദ് പിള്ള. ആരാണ്? പരീദ് പിള്ള. അവിടെ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് അല്ലേ? പരീദ് പിള്ള. മനുഷ്യാവകാശ കമ്മീഷന്റെയും അധ്യക്ഷന്മാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 2019 കേരള നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഭേദഗതി വരുത്തി. അതിനുശേഷമാണ് 3 വർഷം 70 വയസ്സ്. ആദ്യം ഇതൊക്കെ 5 വർഷമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഭേദഗതി 2019 ഭേദഗതി നടന്നു. അതിനുശേഷമാണ് ഇത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ആയത്. ഓക്കെ. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അടക്കം അംഗസംഖ്യ എത്രയെന്നാണ്? 3 പേര് തന്നെയാണ് കേട്ടോ. ചെയർമാനും കമ്മീഷനിലെ ചെയർമാൻ അടക്കം എത്ര പേരാണ്? 3 അംഗങ്ങളാണ് കേട്ടോ. 3 അംഗങ്ങളാണ്. ഇതിൽ ആര് ഉൾപ്പെടും? ചെയർമാനും ഉൾപ്പെടും. പഠിച്ചു. ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇനി നമ്മൾ പറഞ്ഞു 3 അംഗങ്ങൾ എന്ന് പറഞ്ഞു. ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമിതി വിവരാവകാശ നിയമത്തിൽ നമ്മൾ പഠിച്ചില്ലേ? CM-ഉം അതുപോലെ CM നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് അവിടെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ. എങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നമ്മൾ എപ്പോഴും പഠിക്കണം, CM എന്തായാലും ഉണ്ടാകും. അത് പഠിക്കുക ആദ്യം. പിന്നെ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ആരാണ്? പ്രതിപക്ഷ നേതാവ്. ഇവർക്ക് 2 ആളും എന്തായാലും ഒരു സെലക്ഷൻ സമിതിയിൽ ഉണ്ടായിരിക്കുന്നുള്ളത് ആദ്യം ഓർക്കുക. CM-ഉം പ്രതിപക്ഷ നേതാവും. പിന്നെ നിയമസഭയിലെ സ്പീക്കർ. നിയമസഭാ സ്പീക്കർ. ആഭ്യന്തരമന്ത്രി. ഇവരാണ് സെലക്ഷൻ കമ്മിറ്റിയില് അംഗങ്ങൾ. ആരൊക്കെയാണ്? 3 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ സമിതിയിൽ ആരൊക്കെയാണ്? CM, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി ആണ്. പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി ഇവരാണ് മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കേരളത്തിലെ എല്ലാ കമ്മീഷൻസിലും നമ്മൾ നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ. എല്ലാറ്റിലും നിയമിക്കുന്നത് ആരാണ്? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് എക്സാം വന്നാലും എങ്ങനെ ചോദിച്ചാലും അറിയും. ഓക്കെ. നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. മനസ്സിലായല്ലോ? നീക്കം ചെയ്യുന്നത് മനുഷ്യാവകാശ കമ്മീഷനിലും അതുപോലെ കേരള PSCയിലും മാത്രമാണ് ആര് വരുന്നത്? പ്രസിഡന്റ് വരുന്നത്. ബാക്കി എല്ലാത്തിലും നീക്കം ചെയ്യുന്നത് ഗവർണർ തന്നെയാണ്. ഇത് പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ തന്നെ ഇനി ഓരോരോ കമ്മീഷൻ എടുക്കുമ്പോൾ നിയമിക്കുന്നതാര്, നീക്കം ചെയ്യുന്നതാര്, ഇങ്ങനെ പഠിച്ചു പോണ്ട. ഒന്ന് കോമൺ സെൻസോടുകൂടി ചിന്തിച്ചേ. കേരളത്തിലെ എല്ലാ കമ്മീഷൻസിനെയും നിയമിക്കുന്നത് ഗവർണറാണ്. അത് പഠിച്ചു വെക്കുക. മനുഷ്യാവകാശ കമ്മീഷനും കേരള PSC ചെയർമാനെയും മാത്രമാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. ബാക്കി എല്ലാ കമ്മീഷനെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഓരോ കമ്മീഷൻ എടുക്കുമ്പോൾ നീക്കം ചെയ്യുന്നു പറഞ്ഞിട്ട് വെറുതെ പഠിച്ചു പോണ്ട കേട്ടോ. ഇനി
മനുഷ്യാവകാശ കമ്മീഷൻ 3 പേരാണ് എന്നല്ലേ, 3 അംഗങ്ങളാണ് പറഞ്ഞു, ചെയർമാൻ അടക്കം. എങ്കിൽ ഇവർക്ക് വേണ്ട യോഗ്യത എന്താണ്? ഒന്നുമില്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ഓക്കെ, ഈ ആദ്യമൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മാത്രമേ ആരാകുള്ളൂ, മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ആകുള്ളൂ. പക്ഷേ 2019 ഭേദഗതിക്ക് ശേഷമാണ് ഏത് ഇളവ് വരുത്തിയത്? ഒന്നുമില്ലെങ്കിൽ അവിടെ സുപ്രീം കോടതി ജഡ്ജിക്കുമാകാം, ഇവിടെ ഹൈക്കോടതി ജഡ്ജിക്കുമാകാം. ഇതൊക്കെ വന്നത്, അതുപോലെ 3 വർഷം എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ വന്നത് 2019 ഭേദഗതിക്ക് ശേഷമാണ് കേട്ടോ. അത് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി. ഒന്നൊപ്പം വരുമോ? ഓക്കെ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് 21(1) പ്രകാരമാണ്. ആസ്ഥാനം തിരുവനന്തപുരം. ആദ്യത്തെ ചെയർമാൻ പരീത് പിള്ള. ഓക്കെ, കറണ്ട് അഫെയറിൽ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് ലാസ്റ്റ് പഠിക്കാം കേട്ടോ. എല്ലാ കമ്മീഷനും ഇപ്പോൾ മാറിക്കഴിഞ്ഞാൽ, പിന്നെയും മാറിക്കഴിഞ്ഞാൽ നമ്മൾ പഴയത് തന്നെ എഴുതും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർ പറയാത്തത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. 3 ചെയർമാൻ അടക്കം 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ. ഈ അംഗങ്ങൾ 3 അംഗങ്ങളില്, അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്. ഇവരെ നിയമിക്കുന്നതില് ആരൊക്കെയാണ് സമിതിയിലെ അംഗങ്ങൾ? ഒന്ന് CM, പ്രതിപക്ഷ നേതാവ്, പിന്നെ നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. ഞാൻ ഈ ഓരോരോ കമ്മീഷൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നീക്കുന്നു പറയില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഒറ്റ പോയിന്റ്, ഈ ഒരൊറ്റത്തിൽ തന്നെ എല്ലാ കമ്മീഷനും ആര് നിയമിക്കുന്നു നീക്കം ചെയ്യുന്നുള്ളൂ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഓരോന്നിനും നിയമിക്കുന്നു നീക്കം ചെയ്യുന്നു പഠിക്കുമ്പോൾ അവസാനം എത്തുമ്പോൾ അവിടെ ആരാ നിയമിക്കുന്നത്, അവിടെ ആരാ നീക്കം ചെയ്യുന്നതൊക്കെ വരും കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അപ്പൊ കേരളത്തില് എല്ലാ കമ്മീഷനും എല്ലാവരും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് മനുഷ്യാവകാശ കമ്മീഷനും കേരള PSCയിലെ ചെയർമാനും മാത്രമാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. ബാക്കി എല്ലാവരിലും ഗവർണർ തന്നെയാണെന്ന് പഠിച്ചു വെക്കുക. പഠിച്ചല്ലോ, നമുക്ക് അടുത്ത കമ്മീഷനിലേക്ക് പോവാം. ഇനി നമുക്ക് കേരളത്തിലെ വനിതാ കമ്മീഷനെ കുറിച്ച് പഠിക്കാം കേട്ടോ. കേരള വനിതാ കമ്മീഷൻ 1996 മാർച്ച് മാസം 14 നിലവിൽ വന്നു. അപ്പോൾ ഇതെനിക്ക് എപ്പോഴും കേരളത്തെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഈ വർഷേ 96 അവിടെ 98 നമ്മൾ പഠിച്ചത്. അപ്പോൾ മനസ്സിലെന്ത് വിചാരിച്ചു, വനിതാ കമ്മീഷൻ വന്നിട്ടാണ് വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് പിന്നീടൊക്കെ എന്ത് വരുന്നത്, മൊത്തം മനുഷ്യന്മാർക്കുള്ള കമ്മീഷൻ അവിടെ വരുന്നത്, മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് എന്നുള്ളത് പഠിച്ചു. അപ്പോൾ 98 മുമ്പ് എന്തായാലും വരണല്ലോ, 96. ഓക്കെ, 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ് അല്ലേ. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? കാലാവധി 5 വർഷം. കാലാവധി 5 വർഷമാണ്. പഠിച്ചല്ലോ. ഇനി അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ്? അംഗങ്ങളെ നിയമിക്കുന്നതും ശ്രദ്ധിക്കണം. കേരള വനിതാ കമ്മീഷൻ എടുക്കുമ്പോൾ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? വനിതാ കമ്മീഷൻ മാത്രം. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആരാണ് കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ? എത്ര തവണ ഈ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? സുഗതകുമാരി. ആരാണ്? സുഗതകുമാരി ടീച്ചറാണ്. ഓക്കെ, ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. ഇനി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇവിടെ ഒരു ഭരണഘടന സ്ഥാപനമൊന്നുമല്ല, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇനി കേരള വനിതാ കമ്മീഷനില് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡയറക്ടർ ആണ് കേട്ടോ. ഡയറക്ടർ പ്രീവിയസ് ആണ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കേരള വനിതാ കമ്മീഷനിൽ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ഡയറക്ടർ ആണ്. അദ്ദേഹം SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കേട്ടോ. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ആര്? ഈ ഡയറക്ടർ. കേരള വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? സ്ത്രീ ശക്തി. ആരാണ്? സ്ത്രീ ശക്തി. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി 2 തവണ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ആരാണ്? 2 തവണ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ശ്രീദേവിയാണ് കേട്ടോ. ശ്രീദേവി 2 തവണ വനിതാ കമ്മീഷൻ. ഇനി എങ്ങനെയാണ് നമ്മുടെ കേരള വനിതാ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്? ചെയർമാൻ, ഒരു ചെയർമാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ചെയർമാൻ. പിന്നെയോ
പരമാവധി 4 അംഗങ്ങൾ. ചെയർമാൻ പരമാവധി എത്ര അംഗങ്ങൾ? 4 അംഗങ്ങൾ. അതിൽ ഒരാൾ ആരായിരിക്കണം? ഒരാള്. നമുക്ക് വനിതാ കമ്മീഷന്റെ ഘടന ഒന്നുകൂടി നോക്കാം. ആരൊക്കെയാണ് വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത് ഒരു ചെയർമാൻ. എന്തായാലും വനിതാ കമ്മീഷനിൽ ഒരു ചെയർമാൻ ഉണ്ടാവും, ഒരു അധ്യക്ഷ, അതായത് ഇപ്പൊ ചെയർമാൻ എന്ന് പറയുന്നത്. 2, പരമാവധി 4 അംഗങ്ങൾ. പരമാവധി 4 അംഗങ്ങൾ. ഇതിൽ ഒരാള്, 4 അംഗങ്ങളിൽ ഒരാള് SC അല്ലെങ്കിൽ ST വിഭാഗത്തിൽ നിന്ന് ആയിരിക്കണം. മൂന്നാമത് ഒരു മെമ്പർ സെക്രട്ടറി. ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കണം. ഇവരായിരിക്കും വനിതാ കമ്മീഷനിലെ CEO, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു മെമ്പർ സെക്രട്ടറി ആയിരിക്കും. ഇതാണ് നമുക്ക് ഘടന. ഒരു ചെയർമാനും പരമാവധി 4 അംഗങ്ങളും. ആ 4 അംഗങ്ങളിൽ ഒരാള് SC ST വിഭാഗത്തിൽ നിന്ന് ആയിരിക്കണം. പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി. അവരാണ് കേരള വനിതാ കമ്മീഷനിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു 1996 മാർച്ച് മാസം 14-ാം തീയതി വനിതാ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് പറഞ്ഞു അല്ലേ. അതില് ഒന്നാമത്തെ അധ്യക്ഷ ആര് വന്നു? സുഗതകുമാരി. ഒന്നാമത്തെ അധ്യക്ഷ സുഗതകുമാരി. രണ്ടാമത്തെ അധ്യക്ഷ ശ്രീദേവി. എന്താണ് ശ്രീദേവിന്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചത് 2 തവണ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായതാണ്. 2 തവണ ശ്രീദേവി. മൂന്നാമത് കമലം. ആരാണ്? മൂന്നാമത് കമലം. നാലാമത് ശ്രീദേവി. നാലാമത് ശ്രീദേവി. അതാണ് 2 തവണ എന്ന് പറഞ്ഞത്. അഞ്ചാമത് റോസക്കുട്ടി. ആറാമത് ജോസഫൻ. നമുക്ക് വേറെ ആരെയും ഓർമ്മയില്ലെങ്കിൽ ജോസഫിന് ഓർമ്മയുണ്ടാവും അല്ലേ? ഓർമ്മയുണ്ടല്ലോ, ഫോൺ കോൾ സംഭാഷണം ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? സതീദേവി. ഇപ്പൊ ആരാണ്? സതീദേവി. ഏഴാമത്താണ് സതീദേവി. ഓക്കെ, ഇപ്പൊ 7 പേരാണ് ഇതുവരെ. ഒന്നാമത് സുഗതകുമാരി ടീച്ചർ, ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രീദേവി 2 തവണയായിട്ടുണ്ട്. മൂന്നാമത് കമലം. ചിലപ്പോൾ ഈ ഓപ്ഷനിൽ ഒരു 3 പേര് തന്നിട്ട് ഒരു പേര് വേറെ എക്സ്ട്രാ തരും. ഇതിൽ ചോദിക്കും കേരള വനിതാ കമ്മീഷനിൽ ചെയർമാൻ കമ്മീഷൻ പദവി അലങ്കരിച്ചിട്ടില്ലാത്ത വ്യക്തി ഇതിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണ്ടേ? അപ്പൊ ഇവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സുഗതകുമാരി ടീച്ചറെ നമുക്ക് എന്തായാലും അറിയാം, ജോസഫിനെ നമുക്കറിയും, സതീദേവി ഇപ്പോഴാണെന്നുള്ളതും അറിയും. ഓക്കെ, ഇനി ഈ ഇടയിലുള്ളവരൊന്ന് നോക്കിയാൽ മതി. ശ്രീദേവി, കമലം, റോസക്കുട്ടി. ഓക്കെ, സുഗതകുമാരി, ശ്രീദേവി, കമലം, ശ്രീദേവി, റോസക്കുട്ടി, ജോസഫൻ, സതീദേവി. ഓക്കെ, 2 തവണ ആരാണ്? ശ്രീദേവിയാണ്. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം കേട്ടോ. ബാലാവകാശ കമ്മീഷൻ 2013 ജൂൺ മാസം 3-ാം തീയതി 2013 ജൂൺ 3-നാണ് സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർമാൻ പ്ലസ് എത്രയാണ്? 6 അംഗങ്ങളും കേട്ടോ. ചെയർമാൻ പ്ലസ് 6 അംഗങ്ങളാണ് സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷനിൽ ഉള്ളത്. എത്രയാണ്? 6 അംഗങ്ങൾ. ഇത് നിലവിൽ വരാൻ കാരണം, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 ജൂൺ 3-ന് നിലവിൽ വന്നു എങ്കിൽ ഇത് കേന്ദ്രത്തിൽ എന്ത് ചെയ്യണം? ആദ്യമേ നടപ്പാക്കിയിട്ടുണ്ടാവും അല്ലേ? 2005-ലെ ബാലാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 17-ൽ-1. നമ്മൾ 15 പഠിച്ചു, വിവരാവകാശ കമ്മീഷൻ 15 പഠിച്ചു, മനുഷ്യാവകാശ കമ്മീഷൻ 21 പഠിച്ചു, ബാലാവകാശ കമ്മീഷൻ 17. 2005-ലെ ബാലാവകാശ സംരക്ഷണ വകുപ്പിലെ വകുപ്പ് 17-ൽ-1 പ്രകാരമാണ് സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യ അധ്യക്ഷ, സംസ്ഥാന വനിതാ ബാലാവകാശ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷ ആദ്യത്തെ അധ്യക്ഷരാണ് നിലാഗംഗാധരൻ. എത്ര വർഷമാണ് ചെയർമാന്റെ കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ചെയർമാന്റെ കാലാവധി. ഇതിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ചെയർമാന്റെ കാലാവധി. ഈ ചെയർമാന്റെ കാലാവധി. ഇനി ഈ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സാണ്. അംഗങ്ങൾക്ക് 60 വയസ്സ് വരെയുള്ളൂ. ചെയർമാൻ എത്രയാണ്? 65 വയസ്സ് വരെയാണ്. അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇനി ഈ അംഗങ്ങളെ നിയമിക്കുന്ന
തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ചെയർമാനും 6 അംഗങ്ങളും പറഞ്ഞില്ലേ. ഈ തെരഞ്ഞെടുപ്പ് സമിതിയിലെ അധ്യക്ഷൻ ആരാണ്? ആരായിരിക്കും അധ്യക്ഷൻ ബാലാവകാശമാകുമ്പോൾ? ആരായിരിക്കും ബാലാവകാശമാകുമ്പോൾ? സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി. സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് മാറ്റണം. നോട്ട് ചെയ്തിട്ട് ബുക്ക് അടച്ചു വെക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് നോക്കണം. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാണ് ബാലാവകാശ കമ്മീഷൻ? 2013 ജൂൺ 3 നിലവിൽ വന്നു. 2005 ബാലാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 17(1) പ്രകാരം ആദ്യത്തെ അധ്യക്ഷ നിലാ ഗംഗാധരൻ. എത്ര വർഷമാണ് കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ചെയർമാന്റെ കാലാവധി. 6 അംഗങ്ങളുടെ കാലാവധി 3 വർഷവും 60 വയസ്സുമാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പഠിച്ചല്ലോ. അധ്യക്ഷൻ, തെരഞ്ഞെടുപ്പ് സമിതിയിലെ അധ്യക്ഷൻ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി. അടുത്തത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, SC ആൻഡ് ST കമ്മീഷൻ. 2007 നിലവിൽ വന്നത് കേട്ടോ. 2007 നിലവിൽ വന്നു. 2007 ആക്ട് പ്രകാരം തന്നെയാണ് കേട്ടോ. 2007 ആക്ട് പ്രകാരം തന്നെയാണ് ഏത് വന്നത്? 2007 ഇത് നിലവിൽ വന്നത്. ആസ്ഥാനം അയ്യങ്കാളി ഭവൻ. എവിടെയാണ് ആസ്ഥാനം? അയ്യങ്കാളി ഭവൻ എവിടെയായി വരും? അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരത്ത് അല്ലെ? അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് കേട്ടോ. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. 2007 ആക്ട് പ്രകാരം തന്നെയാണ് നിലവിൽ വന്നത്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് നമ്മൾ പഠിച്ചില്ലേ? വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, SC ST കമ്മീഷൻ. ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇനി ഇതിലെ ചുമതല വഹിക്കുന്ന ഒരു ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ട്. ഓക്കെ, അതായത് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചുമതല വഹിക്കുന്ന ഗവൺമെന്റിന്റെ സെക്രട്ടറി ആണ്. ആരാണ്? ഗവൺമെന്റിന്റെ സെക്രട്ടറി ആണ് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഇവരായിരിക്കും ആര്? മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ. മെമ്പർ സെക്രട്ടറി, അതായത് പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ഗവൺമെന്റ് സെക്രട്ടറി ആണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, മെമ്പർ സെക്രട്ടറി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഈ SC ST ഈ അവരുടെ മേഖലയിലെ നരവംശ ശാസ്ത്രം പഠന ഗവേഷണത്തിനായിട്ട് കോഴിക്കോട് ആരംഭിച്ച, എവിടെയാണ്? കോഴിക്കോട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോഴിക്കോട് ആരംഭിച്ച സ്ഥാപനം ഏതാണ്? കിർട്ടാഡ്സ് പറയില്ലേ നമ്മൾ? KIR കേട്ടോ. KIRTADS കിർട്ടാഡ്സ്. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇതാണ് കിർട്ടാഡ്സ്. 1972 നിലവിൽ വന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. SC ST പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ നരവംശ ശാസ്ത്രം പഠനം ഗവേഷണത്തിനായിട്ട് കോഴിക്കോട് ആരംഭിച്ച സ്ഥാപനം കിർട്ടാഡ്സ്. അതാണ് ഫുൾ ഫോം. 1972 നോട്ട് ചെയ്യണം കേട്ടോ. 1972 ആസ്ഥാനം. നമ്മൾ പറഞ്ഞു SC അല്ലേ, ഇതിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു അയ്യങ്കാളി. പട്ടികജാതി വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? അയ്യങ്കാളി ഭവൻ. ഓക്കെ, എവിടെയാണ്? അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം പഠിച്ചു. എങ്കിൽ ST കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ST കോർപ്പറേഷന്റെ ആസ്ഥാനം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? വികസന കോർപ്പറേഷൻ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ്. രണ്ടും നോട്ട് ചെയ്യണം. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്? കേരള സംസ്ഥാന SC ST പട്ടികജാതി പട്ടികവർഗ
വികസന കോർപ്പറേഷൻ. വികസനം, ഇവർക്ക് വേണ്ടിയിട്ട് വികസനം കൊണ്ടുവരുന്നത് തൃശ്ശൂർ ജില്ലയാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇവർക്ക് വേണ്ടി വികസനം കൊണ്ടുവരുന്നത് ആരാണ്? തൃശ്ശൂർ ജില്ലയാണ്. പക്ഷേ ഈ കമ്മീഷന്റെ ആസ്ഥാനമാണ് ഇവിടെ തിരുവനന്തപുരം. കമ്മീഷന്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഒന്നുകൂടി നോക്കാം. 2007 നിലവിൽ വന്നത്. 2007 ആക്ട് പ്രകാരം തന്നെയാണ്. ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരമാണ്. കാലാവധി 3 വർഷമാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇതിൽ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ മെമ്പർ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ആരാണ്? കേരള, അതായത് ഗവൺമെന്റിന്റെ സെക്രട്ടറി, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ഗവൺമെന്റ് സെക്രട്ടറിയാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നെ ഈ SC/ST-കാരുടെ നരവംശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് ആരംഭിച്ച സ്ഥാപനമാണ് കീറ്റാഡസ്. 1972 നിലവിൽ വന്നത്. ഇനി SC/ST-കാരുടെ കമ്മീഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരമാണെങ്കിൽ SC/ST പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെ, നമുക്കൊക്കെ പഠിക്കാം. 1993 കേട്ടോ. 1993. എന്താണ് 93 വേറൊന്നും പഠിക്കാനുള്ളത്? മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 പിന്നാക്ക വിഭാഗ കമ്മീഷൻ. തിരുവനന്തപുരത്താണ് ആസ്ഥാനം. 3 അംഗങ്ങളാണ്. പിന്നെ ആരായിരിക്കും മെമ്പർ സെക്രട്ടറി? മെമ്പർ സെക്രട്ടറി ആരായിരിക്കും? പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി ആയിരിക്കും ആര്? മെമ്പർ സെക്രട്ടറി. നമ്മൾ SC/ST പഠിച്ചില്ലേ? അതായത് SC/ST ചുമതല വഹിക്കുന്ന അവിടെയുള്ള ഗവൺമെന്റ് സെക്രട്ടറി ആണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരിക. എങ്കിൽ ഇവിടെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി ആയിരിക്കും ഇവിടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. 1993 ആക്ട് പ്രകാരം തന്നെയാണ് 1993 ഇത് നിലവിൽ വന്നത്. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനാകാൻ വേണ്ട യോഗ്യത സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഇവിടെ വരുന്നില്ല കേട്ടോ. സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും ഇവിടെ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരാനുള്ള യോഗ്യത. നെക്സ്റ്റ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷൻ. 2013 മെയ് 5, 2013 മെയ് 15. 2013 നമ്മൾ വേറൊരു കമ്മീഷൻ പഠിച്ചില്ലേ? ഏതാണ് പഠിച്ചത്? ബാലാവകാശ കമ്മീഷൻ പഠിച്ചു അല്ലേ? 2013 കണക്ട് ചെയ്യണം കേട്ടോ. ബാലാവകാശ കമ്മീഷനും വന്ന സമയത്ത് തന്നെയാണ് ന്യൂനപക്ഷ കമ്മീഷനും വന്നത്. അങ്ങനെ കണക്ട് ചെയ്യണം. 2013 മെയ് 15. നിങ്ങൾ പേടിക്കണ്ട, എന്തായാലും ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് വർഷവും അതിൽ എത്രയാണ് അംഗസംഖ്യ ഇതൊക്കെ എനിക്ക് നമ്മൾ കാരണം കുറെ പഠിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കറിയാം എത്രത്തോളം പഠിച്ചാലും ഇതിൽ അംഗസംഖ്യയും വർഷവും ആരാണ് അതിലെ അംഗങ്ങളൊക്കെ മറന്നുപോകും. നമുക്ക് അതെല്ലാം കൂടിയിട്ട് ഒരു ക്രോഡീകരിച്ചിട്ട് ഒരു ക്ലാസ്സിൽ വ്യക്തമായിട്ട് ബോക്സ് ആക്കിയിട്ട് തരാം കേട്ടോ. അത് നിങ്ങൾ ഒന്നും എന്താ പറയുക, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നോട്ടാക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുക. നോട്ടാക്കിയിട്ട് എഴുതി വെച്ചാൽ അത്രയും ഉപകാരമായിരിക്കും. ഇടയ്ക്ക് റിവിഷൻ ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ അത് ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, 2013 മെയ് 15 നിലവിൽ വന്നു. ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ്. 3 വർഷം തന്നെയാണ് കാലാവധി. ബാലാവകാശ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ ഇതൊക്കെ എത്രയാണ് കാലാവധി? 3 വർഷം തന്നെയാണ്. ഇവര് SC/ST കമ്മീഷൻ ഇതൊക്കെ എന്താണ്? 3 വർഷമാണ്. അതായത് ഓരോ വിഭാഗങ്ങളെ എടുത്തു പറയില്ലേ, ഓരോ വിഭാഗങ്ങള് ഇപ്പോൾ കുട്ടികളെ എടുത്തു പറയുന്നുണ്ട്, പിന്നെ SC/ST-കാരെ എടുത്തു പറയുന്നുണ്ട്, ന്യൂനപക്ഷ സമുദായത്തെ എടുത്തു പറയുന്നുണ്ട്, പിന്നാക്ക സമുദായത്തെ എടുത്തു പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ഓരോ സമുദായങ്ങളെയും എടുത്തു പറയുന്നതിലൊക്കെ അംഗങ്ങൾ എത്ര തന്നെയാണ്? 3 പേരാണ്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ വിഭാഗത്തിലെ ബാലാവകാശം SC/ST ഒക്കെ ഇങ്ങനെ എടുത്തെടുത്തു പറയുന്ന ഓരോ വിഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ അംഗങ്ങൾ എപ്പോഴും 3 അംഗങ്ങളായിരിക്കും വരും കേട്ടോ. 3 അംഗങ്ങളും വരും. അതുപോലെ കാലാവധിയും എത്ര തന്നെയാണ് വരിക? 3 വർഷം തന്നെയാണ് വരിക കേട്ടോ. 3 അംഗങ്ങളും 3 വർഷം തന്നെയാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ഓരോ കമ്മീഷൻസിന് പറയുന്നത്. ഓക്കെ, 3 വർഷം.
ഇനി ഇത് രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നിയമം ഏതാണ്? കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് 2014. ഇവിടെ നോട്ട് ചെയ്യണം. 2014 ആക്ട് പ്രകാരമാണ് മുൻകാല പ്രാബല്യത്തോടെ 2013 മെയ് 15 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. നമ്മളല്ലേ ആൾക്കാര് എന്ത് ചെയ്യും? 2013 മെയ് 15 സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ ആക്ട് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ 2012 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 2012 എഴുതും, അല്ലെങ്കിൽ 2013 ഉണ്ടെങ്കിൽ 2000. എന്തായാലും അതിന് മുന്നേ ആക്ട് വന്നല്ലേ ഇത് കമ്മീഷൻ നിലവിൽ വരുള്ളൂ എന്ന് ചിന്തിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 2014 ആക്ട് പ്രകാരമാണ് 2013 മെയ് 15 മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ സമയം 3/4 മണിക്കൂറോളം ആയി. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അതിന്റെ പകുതി നമുക്ക് എന്ത് ചെയ്യാം? എടുത്തു പോകാം കേട്ടോ. അതിന്റെ ബാലൻസുകൾ എടുത്തു പോകാം. ഇത് പേടിക്കണ്ട. നിങ്ങൾ വേറെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. ഇതെല്ലാം കൂടിയിട്ട് ക്രോഡീകരിച്ചിട്ട് ഒരു ക്ലാസ് നമുക്ക് ഈ കമ്മീഷൻസ് ഒക്കെ കഴിയില്ലേ, അപ്പോൾ നമുക്ക് കമ്മീഷൻസ് ക്ലാസ് കഴിഞ്ഞത് തൊട്ടടുത്ത വീഡിയോ നമുക്ക് ഇതെല്ലാം ക്രോഡീകരിച്ചിട്ട് എത്ര വർഷമാണ് കാലാവധി, എത്ര അംഗങ്ങളാണ്, അങ്ങനെ ആദ്യത്തെ ചെയർമാൻ ആരാണ്, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്, ഏത് വർഷമാണ് നിലവിൽ വന്നത്, അങ്ങനെയുള്ളത് മാത്രം എന്ത് ചെയ്യുക? ക്രോഡീകരിച്ചിട്ട് തരാം കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, നമുക്കപ്പോൾ വീണ്ടും കാണാം ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.